പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധനയെ കർത്താവ് ഒരുക്കി എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു മനുഷ്യൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നുക, ദൈവം ഒരു മനുഷ്യൻ്റെ വഴിയിൽ അവനെ അനുഗ്രഹിച്ച് നടത്തുക എന്നൊക്കെ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് വലിയൊരു സന്തോഷമേകുന്ന കാര്യമാണ്. എന്നോട് കൂടെ എൻ്റെ ദൈവമുണ്ട്. ഞാൻ നടക്കുന്ന വഴിയിൽ കാര്യം സാധിപ്പിക്കുന്ന ദൈവം എൻ്റെ കൂടെ ചലിക്കുമെന്ന് കേൾക്കുകയും അവൻ ദൈവമുള്ളൊരു മനുഷ്യനാണെന്ന് പറയുകയും ചെയ്യുക എന്നൊക്കെ വലിയൊരു സന്തോഷമേകുന്ന കാര്യമാണ്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദമുണ്ടോ? സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ാം അധ്യായം 23-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മുടെ വഴികളെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കണം. നാം തിരഞ്ഞെടുക്കുന്ന കൂട്ടുകെട്ടുകൾ, നാം തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങൾ, നാം തിരഞ്ഞെടുക്കുന്ന വഴികൾ, നാം ചിന്തിക്കുന്ന മാർഗങ്ങൾ, നമ്മുടെ സംസാര വിഷയങ്ങൾ, ഇവയൊക്കെയും ഒന്ന് പുനഃപരിശോധന നടത്തേണ്ടതിന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വഴികളിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നുന്നതാണോ നാളിതുവരെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഉതിർന്നു വന്നിട്ടുള്ളത്? കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വളരെ പരിചിതമാണ്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരുപാട് പേരുടെ യാത്രകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതില് സംഖ്യാപുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നാത്ത വഴിയെക്കുറിച്ച് കാണാൻ കഴിയുന്നു. ബിലയാം എന്ന പ്രവാചകൻ യഹോവയുടെ മക്കളെ, യഹോവ തിരഞ്ഞെടുത്ത തന്റെ മക്കളെ ആമിഷ്ടത്തിന് ശപിക്കുവാൻ വേണ്ടിയിട്ട് താൻ കടന്നു പോകുമ്പോൾ ആദ്യം തന്നെ ദൈവം പറയുന്നുണ്ട്, നോ എന്ന വാക്ക് പറയുമ്പോൾ വീണ്ടും പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൽ നിന്ന് അവിഷ്ടോത്രം നിർബന്ധിതനായി ദൈവത്തെ സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ കടന്നു പോകുന്നു. ആ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദമില്ലായിരുന്നു. ആ വഴി യഹോവയ്ക്ക് പ്രസാദമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉദാഹരണ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ആമിഷ്ടോത്രം ബിലയാമിന്റെ വഴി നിങ്ങൾ തെരഞ്ഞെടുക്കരുത്. ദൈവപ്രസാദത്തിൽ നടക്കാനിടയായി തീർന്നാൽ നിശ്ചയമായി മുൻപടയായി പിൻപടയായി ദൈവദൂതന്മാരുടെ വലിയ സംരക്ഷണ വലയം നമ്മളോട് കൂടെ കാണും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം പഠിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ശൗൽ എന്ന പൗലോസ് താൻ ദൈവമക്കളെ പീഡിപ്പിക്കുവാൻ അധികാരപത്രവുമായി ദമസ്കോസിന്റെ പടിവാതിലിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവിന് ഇഷ്ടപ്പെട്ടൊരു വഴിയല്ലായിരുന്നു പൗലോസിന്റെ ആ വഴി എന്ന് പറയുന്നത്. യഹോവയ്ക്ക് പ്രസാദമുള്ളൊരു വഴിയല്ലായിരുന്നു ആ വഴി എന്ന് പറയുന്നത്. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ അവൻ കർത്താവിനാൽ അവിടെ അവൻ പിടിക്കപ്പെടുന്നതും കാണാൻ കഴിയുന്നുണ്ട്. പൗലോസ് അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നു 3 ദിവസം ആയിരുന്ന ഭവനത്തിൽ ആമിഷ്ടോത്രം ആയിരിക്കുകയും കണ്ണു കാണാതിരിക്കുകയും അവിടെ നിന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുകയും ചെയ്യുന്നത് കാണാൻ കഴിയുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വഴികളെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കണം. ദൈവം ഇഷ്ടപ്പെടുന്ന വഴിയിലാണോ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? ദൈവം ഇഷ്ടപ്പെടുന്നത് പോലെയാണോ നാം മറ്റുള്ളവരോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? ദൈവം ഇഷ്ടപ്പെടുന്നത് പോലെയാണോ നമ്മുടെ ആ സംസാര രീതികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയും ജീവിച്ച് എങ്ങനെയും ഇഷ്ടത്തിന് മരിച്ചു പോകും എന്നുള്ള ഒരു ചിന്താഗതിയിലാണോ പ്രിയപ്പെട്ടവരെ നാം ജീവിക്കുന്നത്? യഹോവയ്ക്ക് പ്രസാദം തോന്നുന്ന വഴിയിൽ ജീവിച്ചാൽ എന്താണ് ഇഷ്ടത്തിൻ്റെ പരിണത ഫലമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത പദമാണ് പറയുന്നത്, യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരപ്പെടുത്തും. എവിടെ പോയാലും ദൈവത്തോടൊപ്പമാണ് യാത്ര ചെയ്യുന്നെങ്കിൽ, ദൈവ സാന്നിധ്യത്തോടൊപ്പമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായി ആ വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുവാനിടയായി തീരും. ഒരിക്കൽ മോശ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അത് തന്നെയാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ മോശയുടെ ഒരു പ്രാർത്ഥന ഉയരുകയാണ്. മോശയോട് ദൈവം പറയുന്നു, ഞാൻ ഈ ജനത്തിന്റെ കൂടെ വരത്തില്ല, ഞാൻ നിന്റെ കൂടെ വരത്തില്ല, ദൂതനെ അയക്കാമെന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, നോ, നിന്റെ സാന്നിധ്യം, തിരു സാന്നിധ്യം കൂടാതെ
എന്നെ അയക്കരുത്. ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ. തിരുസാന്നിധ്യം കൂടാതെ എന്നെ അയക്കരുത് എന്ന് ദൈവത്തോട് താൻ അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൂടാതെ എനിക്കൊരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്നും ദൈവത്തെ കൂടാതെ എനിക്ക് ചലിക്കണ്ട എന്നും മോശയുടെ പ്രാർത്ഥനയിൽ ദൈവം സമ്മതിച്ചു കൊടുക്കുകയാണ്. അതേ മോശെ, ഞാൻ നിന്റെ കൂടെ വരാമെന്ന്. ഇന്ന് ഈ സന്ദേശത്തിലും എത്ര പേർ എന്നോട് ചേർന്ന് പറയാൻ കഴിയും, കർത്താവേ, നാളിതുവരെ ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ എൻ്റെ ചിന്തയിലൊക്കെയാണ് നടന്നത്, എൻ്റെ ഹിതത്തിലാണ് നടന്നത്, എൻ്റെ ബുദ്ധിയിലാണ് പലതും പ്രവർത്തിച്ചത്, അതുകൊണ്ട് ഞാൻ അമ്പെ പരാജയപ്പെട്ടു പോകുവാനിടയായി തീർന്നു. അതേ വിശുദ്ധ വേദപുസ്തകം പിന്നെയും പരിശോധിക്കുമ്പോൾ പത്രോസിന്റെ ജീവിതത്തെ നമുക്ക് വരച്ചു കാണിക്കുന്ന ഒരു സത്യമുണ്ട്. യേശു കർത്താവ് ക്രൂശീകരിച്ച അനന്തരം അവൻ പഴയ പടകിലേക്കും പഴയ വലയിലേക്കും അവന് കണ്ണുടക്കുവാനിടയായി തീർന്നു. പഴയ വലയും പടകും അവൻ ഉപജീവന മാർഗമായി വീണ്ടും തെരഞ്ഞെടുക്കുന്ന ഒരു കാഴ്ച. അമ്പെ പരാജയപ്പെട്ടൊരു ലൈഫിലേക്ക് അവൻ വീണു പോകുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. രാത്രി മുഴുവനും അധ്വാനിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം പഠിക്കുമ്പോൾ പത്രോസ് രാത്രി മുഴുവനും അധ്വാനിക്കുകയാണ്. തന്റെ അധ്വാനത്തിന്റെ ഫലം എന്ന് പറയുന്നത് വട്ടപൂജ്യമായി മാറുകയാണ്. എന്താണ്? യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്ത, ദൈവം പ്രസാദിക്കാത്ത വഴി തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ അങ്ങനെയുള്ള യഹോവയ്ക്ക് പ്രസാദമില്ലാത്ത വഴിയിലാണോ സഞ്ചരിക്കുന്നത്? നാം ഒന്ന് തിരിഞ്ഞു വരുവാൻ, ദൈവസന്നിധിയിലേക്ക് ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നമ്മുടെ ഗമനങ്ങളെ സ്ഥിരമാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ യോശുവയും കാലേബും 12 പ്രഭുക്കന്മാർ ഒരുമിച്ച് കനാൻ ദേശം ഒറ്റുനോക്കുവാൻ പോയിട്ട് മടങ്ങി വന്ന് പറയുന്ന പദങ്ങളിൽ സംഖ്യാപുസ്തകം 14 അധ്യായത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നു: യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ നമ്മെ ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് ആ ദേശത്തെ തരും. അപ്പോഴും യഹോവ നമ്മിൽ പ്രസാദിക്കണം. നാം കണ്ടതും നമ്മെ കേൾപ്പിച്ചതുമായിട്ടുള്ള ദൈവിക വാഗ്ദത്തങ്ങളും ദൈവിക പ്രവചനങ്ങളും നമ്മിൽ വെളിപ്പെടണമെങ്കിൽ യഹോവ നമ്മിൽ പ്രസാദിക്കുവാനിടയായി തീരണം. നമ്മളുടെ പരാതി എന്താണ്? നമ്മളുടെയൊക്കെ വിഷയങ്ങൾ എന്താണ്? നമ്മൾ പറയുന്നത് പ്രവചനമുണ്ടല്ലോ, വാഗ്ദത്തമുണ്ടല്ലോ, എന്നെ എത്രയോ പ്രവാചകന്മാർ ഇങ്ങനെ തന്നെ ദൂത് മാറി മാറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇതൊന്നും പ്രവൃത്തി പദത്തിലേക്ക് എത്തുന്നില്ല? ഒറ്റ കാര്യമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുണ്ടോ എന്ന്. നമ്മുടെ പ്രവർത്തനത്തിൽ, നമ്മുടെ ഭാഷയിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ നടപ്പുകളിൽ, നമ്മുടെ വഴിയിൽ യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധന നടത്തുന്നു എങ്കിൽ നമ്മുടെ കേട്ട ദൈവശബ്ദങ്ങളും നമ്മെ കേൾപ്പിച്ച പ്രവചനങ്ങളും നിശ്ചയമായി വെളിപ്പെടുക തന്നെ ചെയ്യും. കാലതാമസം വരുന്നു, യഹോവ പ്രസാദിക്കുന്നില്ല. നമ്മുടെ നടപ്പിനെ യഹോവ ഇഷ്ടപ്പെടുന്നില്ല. ദൈവത്തിങ്കിലേക്കൊന്ന് തിരിയാൻ താല്പര്യപ്പെടുന്നെങ്കിൽ, ദൈവസന്നിധിയിലേക്കൊന്ന് മടങ്ങി വരാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നിശ്ചയമായി നമ്മുടെ ഗമനത്തെ സ്ഥിരപ്പെടുത്താൻ, നമ്മുടെ ഗമനത്തെ അനുഗ്രഹിച്ചു തരാൻ, നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ വർഷിപ്പിച്ചു തരാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഈ വചനത്തെ ഒന്ന് മുറുകെ പിടിക്കാം. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരപ്പെടുത്തും. വളരെ പ്രാർത്ഥനയോടെ, കർത്താവേ, എൻ്റെ വഴി, എൻ്റെ ചിന്ത, എൻ്റെ ഭാഷകൾ, എൻ്റെ പെരുമാറ്റങ്ങൾ, എൻ്റെ മറ്റുള്ളവരുടെ ഇടപാടുകൾ എല്ലാം അങ്ങേക്ക് പ്രസാദമായി തീരണമേ എന്ന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.